അന്തരിച്ച ജനനായകൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വിട ചൊല്ലിയ ആയിരങ്ങൾ. ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം ബംഗളൂരുവിൽ നിന്ന് തലസ്ഥാനത്തെത്തിച്ചു. സംസ്കാരം വ്യാഴാഴ്ച പുതുപ്പള്ളിയിൽ. സംസ്ഥാനത്ത് 3 ദിവസം ദുഃഖാചരണം. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ അനുശോചിച്ച നേതാക്കൾ. കേരളം സൃഷ്ടിച്ച ഏറ്റവും മികച്ച പൊതുപ്രവർത്തകരിൽ ഒരാളായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ഗവർണർ. ജനജീവിതത്തിൽ ഇഴുകിച്ചേർന്ന വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് മുഖ്യമന്ത്രി. നരേന്ദ്രമോദി സർക്കാരിന്റെ 9ാം വാർഷികം. ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കമായി. പുതുക്കാട് കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിൽ യാത്രാസമയം ദീർഘദൂര ബസ്സുകൾ കയറാത്തതിൽ പ്രതിഷേധം. സ്റ്റാൻഡിന് മുന്നിലെ ഹൈമാസ് ലൈറ്റ് മാസങ്ങളായി കത്താതെ കിടക്കുന്നതും ദുരിതമാകുന്നു. തൃക്കൂർ ആലങ്ങാട് പ്രദേശത്ത് ലഹരി മാഫിയ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം. പട്ടാപ്പകൽ വിദ്യാർത്ഥിനിയെ നടു റോഡിൽ വെച്ച് അധിക്ഷേപിച്ച 7-അംഗ സംഘം പോലീസ് നിരീക്ഷണത്തിൽ. വിശദമായ വാർത്തയിലേക്ക്. കേരള രാഷ്ട്രീയത്തിലെ അതികായൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വിട. ബംഗളൂരു ചിന്മയ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. സംസ്കാരം വ്യാഴാഴ്ച 2-ന് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും. ബംഗളൂരുവിൽ നിന്നും പ്രത്യേക എയർ ആംബുലൻസിൽ ഭൗതിക ശരീരം തലസ്ഥാനത്തെത്തിച്ചു. വിലാപയാത്ര കടന്നുപോയ വഴികളിൽ നിരവധി പേരാണ് ഉമ്മൻചാണ്ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. വൈകിട്ട് ദർബാർ ഹാളിലും KPCC ആസ്ഥാനത്തും ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് നാളെ വിലാപയാത്രയായി പുതുപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും. നേരത്തെ ബംഗളൂരുവിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ക്യാൻസർ ബാധിതനായിരുന്നു. മകൻ ചാണ്ടി ഉമ്മനാണ് മരണവിവരം അറിയിച്ചത്. രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് വീടിനടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. 2004-ലാണ് ഉമ്മൻചാണ്ടി ആദ്യം മുഖ്യമന്ത്രിയാകുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് AK ആന്റണി രാജിവെച്ചതിനെ തുടർന്നാണ് ഉമ്മൻചാണ്ടി 2004-ൽ മുഖ്യമന്ത്രിയാകുന്നത്. 2006 വരെ മുഖ്യമന്ത്രിയായി. തുടർന്ന് 5 വർഷം പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു. പിന്നീട് 2011-ൽ വീണ്ടും മുഖ്യമന്ത്രിയായി തിരിച്ചെത്തി. 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയ സർക്കാരിനെ ഉമ്മൻചാണ്ടിയുടെ നയതന്ത്ര വൈദഗ്ധ്യമായിരുന്നു 5 വർഷം പൂർത്തിയാക്കാൻ സഹായിച്ചത്. 1977-78 കാലത്ത് K. കരുണാകരൻ മന്ത്രിസഭയിലും കരുണാകരൻ രാജിവെച്ച AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ ആ സർക്കാരിൽ തൊഴിൽ മന്ത്രിയായും പ്രവർത്തിച്ചു. 1981 ഡിസംബർ മുതൽ 1982 മാർച്ച് വരെ K. കരുണാകരൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായും 1991-ൽ K. കരുണാകരൻ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായും പ്രവർത്തിച്ചു. 1982 നിയമസഭാ കക്ഷി ഉപനേതാവ്, 82-86 കാലത്ത് UDF കൺവീനർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 5 പതിറ്റാണ്ട് പിന്നിട്ടപ്പോഴും പുതുമ നഷ്ടപ്പെടാത്ത ഒരു പാരസ്പര്യമായിരുന്നു ഉമ്മൻചാണ്ടിയും പുതുപ്പള്ളിയും തമ്മിലുണ്ടായിരുന്നത്. രാഷ്ട്രീയ കേരളത്തോളം വളർന്ന ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിന്നായിരുന്നു ആ യാത്രകളത്രയും തുടങ്ങിയതും അവസാനിച്ചതും. പുതുപ്പള്ളി MLA-യിൽ നിന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പദത്തിലേക്ക് വളർന്നപ്പോഴും തലസ്ഥാനത്തൊരു പുതുപ്പള്ളി ഹൗസ് തുറന്ന് ഉമ്മൻചാണ്ടി ജന്മനാടിനെ കൂടെ കൂട്ടി. 1970-ൽ തനിക്ക് ആദ്യമായി വോട്ട് ചെയ്ത പുതുപ്പള്ളിക്കാരുടെ മക്കളിലേക്കും പേരക്കുട്ടികളിലേക്കും അവരുടെ മക്കളിലേക്കും വേരുപടർത്തിയൊരു വ്യക്തിബന്ധമായിരുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ നെറുകയിലേക്ക് വളർന്നു കയറാനുള്ള ഉമ്മൻചാണ്ടിയുടെ അടിത്തറ. ഏതു പാതിരാവിലും എന്താവശ്യത്തിനും ഓടിയെത്താവുന്ന സ്വാതന്ത്ര്യത്തിന്റെ മറുപേരായിരുന്നു പുതുപ്പള്ളിക്കാർക്ക് ഉമ്മൻചാണ്ടി. ലോകത്തെവിടെയാണെങ്കിലും ഞായറാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ കാരോട്ട് വള്ളക്കാവിലെ വീട്ടിൽ കുഞ്ഞുണ്ടാവുമെന്നും എല്ലാ പ്രശ്നങ്ങൾക്കും അന്നൊരു പരിഹാരം കാണുമെന്നുമുള്ള ഉറപ്പിലായിരുന്നു ശരാശരി പുതുപ്പള്ളിക്കാരന്റെ കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലത്തെ ജീവിതം. അതുകൊണ്ട് തന്നെയാണ് 1970-നും 2021-നുമിടയിലെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം എതിരാളികൾ മാറി മാറി വന്നിട്ടും ഉമ്മൻചാണ്ടി അല്ലാതൊരു പേര് പുതുപ്പള്ളിക്കാരുടെ മനസ്സിലേക്ക് കയറാതിരുന്നതും പുതുപ്പള്ളി അല്ലാതൊരു സുരക്ഷിത മണ്ഡലത്തെക്കുറിച്ച് ഉമ്മൻചാണ്ടി ആലോചിക്കാതിരുന്നതും. പുതുപ്പള്ളിക്കാർക്കൊപ്പം പുതുപ്പള്ളി പുണ്യാളനും തനിക്ക് കൂട്ടുണ്ടെന്ന ചിന്തയായിരുന്നു പ്രതിസന്ധി കാലങ്ങളിലെല്ലാം ഉമ്മൻചാണ്ടിയുടെ ആത്മവിശ്വാസം. രാഷ്ട്രീയമായി വേട്ടയാടിയവർക്കെല്ലാം തിരിച്ചടി കിട്ടിയ കാലത്ത് പുതുപ്പള്ളി പള്ളിക്ക് മുൻപിൽ ഏകനായി പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ചിത്രമായിരുന്നു ആരാധകരുടെ മറുപടി. ഒരിക്കൽ കൂടി കുഞ്ഞൂഞ്ഞ് പുതുപ്പള്ളിയിലേക്ക് വരും തൻ്റെ അവസാന യാത്രയ്ക്കായി. TCV തൃശൂർ.
ജനസമ്പർക്ക പരിപാടിയിലൂടെ ജനങ്ങളുടെ ഹൃദയസ്പന്ദനമറിഞ്ഞ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. തന്റെ 70-ാം വയസ്സിൽ പ്രായത്തിന്റെ അവശതകൾ മറന്ന ഊണും ഉറക്കവും ത്യജിച്ച ആയിരങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട നീണ്ട മണിക്കൂറുകൾ. ഉദ്യോഗസ്ഥർ പോലും അമ്പരന്ന് നിന്ന ജനസമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടിയെ ജനകീയനാക്കി. So I want a transparent way of functioning. See, what is the strength of the democracy? Not the military, not the weapons, the confidence of the people. പതിനായിരക്കണക്കിന് സാധാരണക്കാർ കാത്തുനിന്നത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ഒരു നോക്ക് കണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ഒരു തുള്ളി വെളിച്ചമെത്തിക്കാനാണ്. പ്രായഭേദമന്യേ നൂറുകണക്കിന് രോഗികളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. പലരും എത്തിയത് വീൽ ചെയറിൽ. കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ വേദി അങ്ങനെ ആയിരക്കണക്കിന് ജീവിതങ്ങൾക്ക് വെളിച്ചം നൽകി. ഓരോ ജില്ലയിലും നടത്തിയ ജനസമ്പർക്ക പരിപാടി കേരള രാഷ്ട്രീയത്തിൽ എന്നേക്കുമായി അടയാളപ്പെടുത്തുകയായിരുന്നു. സജ്ജീകരിച്ച വേദികളിൽ മാത്രം നിറയുന്നതായിരുന്നില്ല ആൾക്കൂട്ടം. റോഡുകളും വഴിയോരങ്ങളും വെയിലും ചൂടും വകവയ്ക്കാതെ ആളുകൾ അപേക്ഷകളുമായി കാത്തുനിന്നത് ഉമ്മൻചാണ്ടി എന്ന നേതാവിൽ അടിയുറച്ച വിശ്വാസമായിരുന്നു. അങ്ങനെയാണ് 2013 UNDP-യുടെ യുണൈറ്റഡ് നേഷൻ പബ്ലിക് സർവീസ് പുരസ്കാരം ഉമ്മൻചാണ്ടിയെ തേടിയെത്തിയത്. മുഖ്യമന്ത്രിയായിരിക്കെ 2005-ലും 2011-16 കാലയളവിലും ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിക്ക് രാഷ്ട്രീയ ശത്രുക്കൾ തന്നെ പരിഹാസവും വിമർശനവും കൊടുത്തുവിട്ടപ്പോഴും ഉമ്മൻചാണ്ടി പതറിയില്ല. മറുവാക്കുകൾ കേൾക്കാതെ പരാതി പരിഹാരത്തിനായി തുനിഞ്ഞിറങ്ങിയ നേതാവിനെ ആർക്ക് പിന്തിരിപ്പിക്കാനാകും? വില്ലേജ് ഓഫീസർമാർ എടുക്കേണ്ട പണി മുഖ്യമന്ത്രി ചെയ്യുന്നുവെന്ന് LGF വിമർശിച്ചു. നീണ്ട ക്യൂ കാത്തിരുന്ന ജനങ്ങളെ ദുരിതത്തിലാക്കുന്നുവെന്നും വിമർശനങ്ങൾ നീണ്ടു. പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനും അവയ്ക്ക് പരിഹാരം കാണാനുമുള്ളതായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ജനസമ്പർക്ക പരിപാടി. പ്രതിപക്ഷം മറുവശത്തിരുന്ന് കല്ലെറിഞ്ഞപ്പോഴും തന്നെ കാണാനെത്തിയ ജനങ്ങളെ കണ്ടിട്ടേ വിശ്രമിച്ചുള്ളൂ ഉമ്മൻചാണ്ടി. കക്ഷി രാഷ്ട്രീയമില്ലാതെ ജാതിമത ഭേദമന്യേ പ്രായഭേദമന്യേ ആയിരങ്ങൾ ഉമ്മൻചാണ്ടിയെ കാണാനെത്തിയത് മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയം ഒന്നുകൊണ്ടുകൂടിയായിരുന്നു. TCV തൃശൂർ. ഉമ്മൻചാണ്ടിയുടെ മരണവാർത്ത അറിഞ്ഞതോടെ കുടുംബാംഗങ്ങൾക്കൊപ്പം പാർത്ഥിവും ദുഃഖിതനായി. ഉമ്മൻചാണ്ടിയുടെ കൂടെയുള്ള മൊത്തമുള്ള ഫോട്ടോകളും വീഡിയോ സംഭാഷണങ്ങളും കണ്ട് സ്മരിക്കുകയായിരുന്നു പാർത്ഥിവ് എന്ന ഉമ്മൻചാണ്ടിയുടെ കൊച്ചാരാധകൻ. പാർത്ഥിവിന്റെ ആദ്യാക്ഷരം ഉമ്മൻചാണ്ടി കുറിക്കണമെന്നായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം. ആദ്യാക്ഷരം കുറിക്കാൻ നിശ്ചയിച്ചിരുന്ന ദിവസം ഉമ്മൻചാണ്ടിക്ക് തിരക്കുകൾ മൂലം എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ പാർത്ഥിവിന് ആദ്യാക്ഷരം കുറിക്കാനായി മകനായ ചാണ്ടി ഉമ്മൻ എത്തുകയായിരുന്നു. ചാണ്ടി ഉമ്മൻ ഫോണിൽ ഉമ്മൻചാണ്ടിയെ വിളിച്ച് പാർത്ഥിവുമായി സംസാരിച്ചതിന് ശേഷമാണ് ആദ്യാക്ഷരം കുറിച്ചത്. സജീവ കോൺഗ്രസ് പ്രവർത്തകനും ഉമ്മൻചാണ്ടിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പ്രദീപ് വലിയങ്ങോട്ടിന്റെ അനുജൻ പ്രസന്നകുമാറിന്റെ മകനായ പാർത്ഥിവിനും കുടുംബത്തിനും ആദ്യാക്ഷര ദിനം ആഹ്ലാദം പകർന്നതായിരുന്നു. പിന്നീട് തൃശൂർ രാമനിലയത്തിലെത്തിയ ഉമ്മൻചാണ്ടിയെ കാണാൻ പാർത്ഥിവ് വലിയച്ഛനായ പ്രദീപിന്റെ കൂടെ എത്തുകയും പാർത്ഥിവ് ഉമ്മൻചാണ്ടിയുമായി കുസൃതി വാക്കുകൾ പറയുകയും ചെയ്തു. മോന് വലുതാകുമ്പോൾ ആരാവണമെന്നാണ് മോഹമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉമ്മൻചാണ്ടിയുടെ പോലീസ് ആകണമെന്നായിരുന്നു പാർത്ഥിവിന്റെ മറുപടി. TCV ന്യൂസ് ചേർപ്പ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ അനുശോചിച്ച് സംസ്ഥാനത്ത് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും ഇന്ന് പൊതു അവധിയാണ്. സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുശോചനം രേഖപ്പെടുത്തി. തുടർച്ചയായ 53 വർഷം പുതുപ്പള്ളിയിൽ നിന്നുള്ള നിയമസഭാംഗമാകാൻ സാധിച്ചത് ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയോടുള്ള വിശ്വാസമാണ് കാണിക്കുന്നതെന്ന് ഗവർണർ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം സഹാനുഭൂതിയും അനുകമ്പയും കൊണ്ട് അടയാളപ്പെടുത്തുന്നതായിരുന്നു. കേരളം സൃഷ്ടിച്ച ഏറ്റവും മികച്ച പൊതുപ്രവർത്തകരിൽ ഒരാളായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും ഗവർണർ പറഞ്ഞു. Former Chief Minister Shri Oommen Chandy, who had the distinction of serving for more than 50 years in Kerala Legislative Assembly and continuously represented the same constituency. Honestly, I did not know earlier much about him. But when on the completion of 50 years, an event was organized and I was asked to attend it, I read about him and talked to people who knew him, talked with them to know more about him.
എളിമയും സമർപ്പണബോധവുമുള്ള നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ പുരോഗതിക്കായി ജീവിതം മാറ്റിവെച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും മോദി പറഞ്ഞു. കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി സ്നേഹം കൊണ്ട് ലോകം ജയിച്ച നേതാവായിരുന്നുവെന്ന് കെ സുധാകരനും രാഷ്ട്രീയ പരീക്ഷണങ്ങളിൽ പതറാത്ത നേതാവെന്ന് വി ഡി സതീശനും പറഞ്ഞു. ഉമ്മൻചാണ്ടി രാഷ്ട്രീയത്തിലെ മാന്യതയുടെ പര്യായമായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സൗഹാർദ്ദമാണ് ഉണ്ടായിരുന്നെന്നും ഉമ്മൻചാണ്ടിയുടെ വിയോഗം തീരാ നഷ്ടമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. 6 പതിറ്റാണ്ട് കാലം ജനങ്ങളുടെ കൂടെ ജീവിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മികച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. കടുത്ത അഭിപ്രായ വ്യത്യാസമുള്ളപ്പോഴും എല്ലാവരോടും സമചിത്തതയോടും സൗമ്യതയോടും പെരുമാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല എല്ലാ പൊതുപ്രവർത്തകർക്കും അങ്ങേയറ്റം ദുഃഖമുള്ള ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത ഒരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. വളരെ ജനകീയനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. ഏത് സമയത്തും ഏത് വ്യക്തിക്കും കടന്നു ചെല്ലാൻ കഴിയുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങൾ. അത്രയും ഒരു മികച്ച ഭരണാധികാരിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും മറ്റ് മന്ത്രി എന്നുള്ള നിലയിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ വികസനത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോഴും എല്ലാവരോടും സമചിത്തതയോടെ പെരുമാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല എല്ലാ പൊതുപ്രവർത്തകർക്കും ഒരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. പകരം വയ്ക്കാനില്ലാത്ത നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ നിയമസഭാ സ്പീക്കറുമായ തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു. വ്യത്യസ്തനായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ പതിവ് സമ്പ്രദായങ്ങളിൽ മാറി ദന്തഗോപുരത്തിലിരിക്കാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തങ്ങളിലൊരുവൻ എന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടാക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തലമുറകൾക്ക് തന്നെ ഒരു മാതൃകയാണ്. വ്യക്തിപരമായി വളരെ അടുത്തു പെരുമാറിയ ആ സുഹൃത്തിൻ്റെ നിര്യാണം വ്യക്തിപരമായി വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഉമ്മൻചാണ്ടി ഞാനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് പരസ്പരം വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനം. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ്. നമ്മുടെയൊക്കെ കുടുംബത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ പൊതുജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലുമുള്ള എന്ത് കാര്യങ്ങൾക്കും ഇടപഴകാനും അതുമായിട്ട് ബന്ധപ്പെടാൻ നല്ലൊരു കുടുംബ ബന്ധം തുടർത്താൻ അതുപോലെ തന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടു നടക്കാൻ സാധിച്ചിരുന്നു. മിക്കവാറും അദ്ദേഹം സമന്മാരായിട്ടാണ് പ്രവർത്തകന്മാരെ കണ്ടിരുന്നത്. എത്ര പഠിച്ചാലും തീരാത്തൊരു പാഠപുസ്തകം. ആ രാഷ്ട്രീയ ജീവിതത്തിലെ പാഠപുസ്തകത്തിൽ നിന്നും കേവലം കക്ഷി രാഷ്ട്രീയം മാത്രമല്ല, സാമൂഹ്യ രംഗത്തുള്ള ആളുകൾക്കും ഉമ്മൻചാണ്ടി പഠിക്കപ്പെടേണ്ട ഒന്നാണ്. മനുഷ്യനോട് ഇത്രമാത്രം ആത്മബന്ധം പുലർത്തുന്ന ഒരു പൊതുപ്രവർത്തനം നമുക്ക് കാണാൻ കഴിയത്തില്ല. സാധാരണ ഭരണാധികാരികൾ സാങ്കേതികമായ കാര്യങ്ങളും ഭരണഘടനയും സാങ്കേതികവും നിയമങ്ങളുമൊക്കെ പറഞ്ഞ് മനുഷ്യന് ശരിയും തെറ്റുമൊക്കെ ചെയ്തുണ്ടാകും. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് വരുന്നൊരു സങ്കടവുമായി വരുന്ന ഒരാൾക്ക്, ആവശ്യവുമായി വരുന്ന ഒരാൾക്ക് ഭരണഘടന പ്രശ്നമല്ല, സാങ്കേതികത്വം പ്രശ്നമല്ല, സർക്കാർ ഉത്തരവുകൾ പ്രശ്നമല്ല. അവിടെ മനുഷ്യനാണ് ഉമ്മൻചാണ്ടിയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഘടകം. മാതൃകാ ഭരണാധികാരി, ഏതൊരാളോടും സ്നേഹവായ്പോടു കൂടി ഇടപെട്ടിരുന്ന, ഇന്ന് കോൺഗ്രസ്സൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഈ ചേർത്ത് നിർത്തലിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് ഏറ്റവും കൃത്യമായി സ്വന്തം കർമ്മകാണ്ഡത്തിൽ പ്രായോഗികമാക്കിയ, ആ നിലയിൽ ഒരു വലിയ മാതൃകയാക്കി നിന്ന നേതാവ് പെട്ടെന്ന് കഥാവിശേഷനാകുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ഒരു വലിയ വിടവ് ഒരു പക്ഷേ മറ്റാർക്കും നികത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ എൻ്റെയും എൻ്റെ നാട്ടിലെ ജനങ്ങളുടെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ദുഃഖത്തോടൊപ്പം ഞാനും എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മാതൃകാപരമായ പൊതുപ്രവർത്തനം, എങ്ങനെയാണ് പൊതുപ്രവർത്തകർ മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വലിയൊരു ചരിത്രമാണ് അദ്ദേഹം രചിച്ചത്. റോൾ മോഡലുകൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും മറ്റ്
ജനവിഭാഗങ്ങൾക്കും റോൾ മോഡലാക്കാൻ എന്തുകൊണ്ടും അർഹനായ ഉന്നതനായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് കേരളീയ സമൂഹത്തിനും പ്രത്യേകിച്ച് താഴെ തലങ്ങളിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കും ഉണ്ടാക്കിയിട്ടുള്ള വേദനയും ബുദ്ധിമുട്ടും നഷ്ടവും ഒരിക്കലും നികത്താൻ കഴിയാത്തതാണ്. അദ്ദേഹത്തെ പോലെ ഒരു എനർജറ്റിക്കായ ഒരു നേതാവ് ഇനി കേരളത്തിലുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രമാത്രം ജനങ്ങളുടെ കൂടെ ജനങ്ങളുടെ ആളായി നിന്ന് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി അത് നാടിനും സമൂഹത്തിനും എത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു നേതാവാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി. എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിൽ നിർണായകമായ ഒരു സ്വാധീനം, ഒരു സഹായം ഉണ്ടായിട്ടുള്ള ഒരാൾ കൂടിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്ത് പ്രാർത്ഥനാ യോഗം നടന്നു. മുൻ നിയമസഭാ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണൻ, ടി.എൻ. പ്രതാപൻ എം.പി., കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് വി.ടി. ബലറാം, ഡി.സി.സി പ്രസിഡന്റ് ജോസ് വള്ളൂർ, യു.ഡി.എഫ് ജില്ലാ ചെയർമാൻ എം.പി. വിൻസെന്റ്, ടി.വി. ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംബന്ധിച്ചു. Please. നരേന്ദ്രമോദി സർക്കാരിന്റെ 9ാം വാർഷികത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളടങ്ങുന്ന ലഘുലേഖ തൃശൂർ എംഒ റോഡിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വിതരണം ചെയ്തു. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി.ജെ.പി. ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പങ്കുവച്ചു. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി എ. നാഗേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം.എസ്. സമ്പൂർണ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുക്കാട് കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിൽ രാത്രി സമയം ദീർഘദൂര ബസ്സുകൾ കയറാത്തത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ സ്റ്റാൻഡിന് മുന്നിൽ ദേശീയപാതയുടെ സർവീസ് റോഡിൽ നിന്നാണ് ബസ് കയറുന്നത്. അതിരാവിലെയും ഇതുതന്നെയാണ് അവസ്ഥ. ഡ്രൈവർമാർക്ക് തോന്നിയാൽ മാത്രമാണ് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നത്. സ്റ്റാൻഡിന് മുന്നിലെ ഹൈമാസ് ലൈറ്റ് മാസങ്ങളായി കത്താതെ കിടക്കുന്നത് യാത്രക്കാരുടെ ദുരിതമിരട്ടിയാക്കുന്നു. ഫയർ സ്റ്റേജുള്ള സൂപ്പർ എക്സ്പ്രസ് ബസ്സുകളടക്കം ചാലക്കുടി ഭാഗത്തേക്കുള്ള എല്ലാ ബസ്സുകളും മുഴുവൻ സമയവും സ്റ്റാൻഡിൽ പ്രവേശിക്കണം എന്നാണ് യാത്രക്കാരുടെ ആവശ്യം. രാത്രിയിൽ ഹൈമാസ് ലൈറ്റ് പ്രകാശിക്കാത്തത് മൂലം യാത്രക്കാരെ ഡ്രൈവർമാർ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നതും പതിവാണ്. രാത്രിയിൽ റിസർവ്ഡ് യാത്രക്കാർക്ക് സുരക്ഷിതമായി ബസ് കയറാൻ സൗകര്യമൊരുക്കണമെന്ന് പുതുക്കാട് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. തൃക്കൂർ ആലയങ്ങാട് പ്രദേശത്ത് ലഹരി മാഫിയ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം. പട്ടാപകൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ നടു റോഡിൽ വെച്ച് അധിക്ഷേപിച്ച 7-അംഗ സംഘം പോലീസ് നിരീക്ഷണത്തിൽ. കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ് ആലയങ്ങാട് വെച്ചാണ് സംഭവം. ബൈക്കുകളിലെത്തിയ സംഘം വിദ്യാർത്ഥിനിയെ റോഡിൽ വെച്ച് കളിയാക്കുകയായിരുന്നു. കുട്ടി ഇക്കാര്യം വീട്ടിൽ അറിയിച്ചതറിഞ്ഞ സംഘം ഇവരുടെ വീടിന് നേരെയും ആക്രമണം നടത്തി. അപായപ്പെടുത്തുമെന്ന ഭീതിയിൽ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയില്ല. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പുതുക്കാട് പോലീസ് അന്വേഷണം ശക്തമാക്കി. സംഭവത്തിന് പിന്നിലുള്ള യുവാക്കളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചതായാണ് വിവരം. 16നും 22നും ഇടയിൽ പ്രായമുള്ളവരാണ് സംഘത്തിലുള്ളത്. ഇതിൽ ചിലർ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ ബൈക്കുകളിൽ കറങ്ങുന്ന യുവാക്കൾ കഞ്ചാവ് ലഹരിയിൽ അതിക്രമം നടത്തുന്നെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. പോലീസിന്റെ പരിശോധന കർശനമാക്കി ലഹരി സംഘങ്ങളെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ലഹരി വസ്തുക്കളുടെ വിൽപ്പന ഉപയോഗം വ്യാപകമായ സാഹചര്യത്തിൽ ലഹരി വസ്തുക്കൾ പിടികൂടാൻ ഡ്രോണുകളും. തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകന്റെ നിർദ്ദേശപ്രകാരമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലഹരി ഉപയോഗം വ്യാപകമായ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയത്. എസ്.ഐ. സന്തോഷിന്റെ നേതൃത്വത്തിൽ പോർക്കുളം, ചൂണ്ടൽകുന്ന്, കലശമല എന്നിവിടങ്ങളാണ് പരിശോധന നടത്തിയത്. സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ കാണുന്നവരുടെ സമീപത്തേക്ക് ഡ്രോൺ പറത്തുകയും ഇവരുടെ ചിത്രങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ്, രാംഗോപാൽ, വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പുന്നയൂർക്കുളം ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പി. രാജൻ, വൈസ് പ്രസിഡന്റുമാരായ
ടിപ്പു ആറ്റുപുറം, KP ധർമ്മൻ, CM സലീം തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് കുന്നംകുളം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പുരസ്കാര വിതരണ ചടങ്ങ് കുന്നംകുളം മലങ്കര ഓർത്തഡോക്സ് സഭ ഭദ്രസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു. മാധ്യമരംഗം ഏറ്റവും സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും മനുഷ്യ മനസ്സുകളിൽ പ്രകാശം പരത്താനും ഉതകുന്നതാകണം വാർത്തകളെന്നും ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത വ്യക്തമാക്കി. അവാർഡിന് അർഹരായ B. അശോക്, PV സമീർ എന്നിവർക്കുള്ള പുരസ്കാരം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സമ്മാനിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് സുധീഷ് മേക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സാഹിത്യകാരൻ P. സുരേന്ദ്രൻ, സംസ്ഥാന ജൈവ കർഷക സമിതി മുൻ പ്രസിഡന്റ് ചന്ദ്രൻ വട്ടക്കുളം, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ C. ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമങ്ങളുടെ കടമയാണ്. പ്രായമായ അമ്മയ്ക്കും കണ്ണുകാണാത്ത മകൾക്കും തുണയായി കാട്ടൂർ ജനമൈത്രി പോലീസ്. താണിശ്ശേരി കാവുപുര സ്വദേശി 75 വയസ്സുള്ള പുഷ്പ, മകൾ അന്തയായി ബിന്ദു എന്നിവർക്കാണ് അവശതയിൽ തുണയായി കാട്ടൂർ ജനമൈത്രി പോലീസ് എത്തിയത്. കഴിഞ്ഞയാഴ്ച പുഷ്പ വീട്ടിൽ വീണതിനെ തുടർന്ന് നട്ടലിന് പരിക്കേറ്റിരുന്നു. എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടപ്പിലായ പുഷ്പയെ പാലിയേറ്റീവ് പ്രവർത്തകരാണ് ചികിത്സിച്ചിരുന്നത്. ബന്ധുക്കളില്ലാതെ ഒറ്റപ്പെട്ട ഈ കുടുംബത്തിന് ഭക്ഷണം പോലും ലഭിക്കാത്ത അവസ്ഥയായിരുന്നു. കാർളം പഞ്ചായത്ത് അംഗം രജനി അറിയിച്ചതനുസരിച്ച് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജയേഷ് ബാലന്റെ നേതൃത്വത്തിൽ ജനമൈത്രി സംഘം സ്ഥലത്തെത്തി ഇവരെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിച്ചു. ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന്റെയും തുടർ ചികിത്സയുടെയും ഭാഗമായി തണൽ അഗതി മന്ദിരത്തിലേക്ക് മാറ്റി. ജനമൈത്രി ബീറ്റ് ഓഫീസർ ധനേഷ്, ജനമൈത്രി അംഗങ്ങളായ നസീർ, നവിനാസ്, മജീബ് എന്നിവരും ഉണ്ടായിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം സംബന്ധിച്ച TN പ്രതാപൻ MPയുടെ നിർദ്ദേശങ്ങൾ തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ SM ശർമ്മയ്ക്ക് കൈമാറി. തൃശൂർ MPയുടെ പ്രൈവറ്റ് സെക്രട്ടറി സനിൽകുമാർ, ദക്ഷിണ റെയിൽവേ ഉപദേശക സമിതി അംഗം M. ഗിരീശൻ, തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി P. കൃഷ്ണകുമാർ എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. ഗുരുവായൂർ മേൽപ്പാലത്തിനുള്ള ഗർഡറുകൾ കൊണ്ടുവരുന്നതിനുള്ള RDSOയുടെ അനുമതി ഉടൻ ലഭ്യമാക്കി നിർമ്മാണം തുടങ്ങാൻ ഇടപെടുമെന്ന് ഡിവിഷണൽ റെയിൽവേ മാനേജർ പറഞ്ഞു. കർക്കിടക മാസം പിറന്നു. ഇനി രാമായണ പാരായണ. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ CPI ഗുരുവായൂർ തൈക്കാട് ബ്രാഞ്ച് കമ്മിറ്റി അനുമോദിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ബിന്ദു പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ, CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P. മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ നാട്ടിക ഏരിയ സമ്മേളനം യൂണിയൻ സംസ്ഥാന ട്രഷറർ PS ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് E. രണദേവ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് AS അൻവർ, ട്രഷറർ KV ഷീബ, ജോയിന്റ് സെക്രട്ടറി KB പ്രദീപ്, എക്സിക്യൂട്ടീവ് അംഗം ER വിനോദ് എന്നിവർ സംസാരിച്ചു. യൂണിയൻ ഏരിയ കമ്മിറ്റി പ്രസിഡന്റായി E. രണദേവ്, സെക്രട്ടറി PS രാജീവ്, ട്രഷറർ സിന്ധു സച്ചിൻ എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു. കുന്നംകുളം നഗരസഭയുടെയും പോർക്കളയങ്ങാട് നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T. സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ P. K. ഷബീർ, നഗര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ സ്വാതി, കൌൺസിലർമാരായ സജീവൻ, വിനോദ്, ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്ത് ആരംഭിച്ച ബസേലിയോസ് പൌലോസ് ദ്വിതീയൻ ബദനിയ അഡൾട്ട് ഡേ കെയർ സെന്റർ രണ്ടാം ഘട്ട പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനം അഹമ്മദാബാദ് ജ്യോതിസ് ആശ്രമ സുപ്പീരിയർ ഫിലിപ്പോസ് റബ്ബാൻ നിർവഹിച്ചു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഐസക് കോർ എപ്പിസ്കോപ്പ, ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ്, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ C. ഷെബ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യത്തെ വാക്കുകളാണ് എനിക്ക് പരിശുദ്ധ പുലിക്കോട്ടിൽ ജോസഫ് മാർ
ദിവാനിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപ്പോലിത്തയുടെ 114 ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. ഓർമ്മ പെരുന്നാളിന് കുന്നംകുളം ഭദ്രസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത, ഇടുക്കി ഭദ്രസനാധിപൻ സെക്രിയ മാർ സേവേറിയോസ് മെത്രാപ്പോലിത്ത എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാതോലിക്ക ബാവയുടെ സ്മരണാർത്ഥം സ്മൃതിയോരം എന്ന പേരിൽ നിർമ്മിച്ച മ്യൂസിയം സെക്രിയ മാർ സേവേറിയോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന കൌൺസിൽ അംഗങ്ങളായ ഫാദർ സെക്രിയ കൊള്ളനു, ഫാദർ മാത്യു തോമസ്, സിയു ചിന്നൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 3/4 കിലോഗ്രാം തൂക്കമുള്ള സ്വർണ്ണ കിണ്ടി വഴിപാടായി ലഭിച്ചു. ചെന്നൈ സ്വദേശി ബിന്ദുഗിരിയാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. 96.5 കിലോ തൂക്കമുള്ള തങ്കക്കിണ്ടിക്ക് ഏകദേശം 53 ലക്ഷം രൂപ വില വരും. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സമർപ്പണം നടന്നത്. സ്വർണ്ണക്കിണ്ടി ക്ഷേത്രത്തിലെ പൂജാ ചടങ്ങുകൾക്ക് ഉപയോഗിക്കും. പറപ്പൂക്കര പന്തല്ലൂർ 121 നമ്പർ അംഗനവാടി TN പ്രതാപൻ MP നാടിന് സമർപ്പിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK ശൈലജ തുടങ്ങിയവർ പങ്കെടുത്തു. TN പ്രതാപൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 24 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗനവാടി നിർമ്മാണം പൂർത്തിയാക്കിയത്. അകലാട് AM UP സ്കൂൾ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഫിലിപ്പ് മമ്പാട് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് ഉമ്മർ ഓളങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. അകലാട് സ്കൂൾ പ്രധാനാധ്യാപിക മീര, KSCB ഓഫീസർ മഹേഷ് ചിത്രവർണം, PTA വൈസ് പ്രസിഡന്റ് മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. കോടന്നൂർ ശാസ്താ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം ചെറുശ്ശേരി വിവേകാനന്ദ സേവാ കേന്ദ്രം അധ്യക്ഷൻ സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. രാമായണത്തിലെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് സ്വാമിജി പ്രഭാഷണം നടത്തി. തങ്കപ്പൻ വടാശ്ശേരി, K നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങുകൾ നടത്തണമെന്ന് തീരുമാനമായി. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം. അധർമ്മം മാത്രം വിളയാടുന്ന ഒരു ലോകത്ത് നമ്മുടെയൊക്കെ അവസ്ഥ. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം യാത്രക്കാരുമായി വരികയായിരുന്ന KSRTC ബസ് തെന്നിമാറി. കൃത്യസമയത്ത് ബസ് നിയന്ത്രിക്കാൻ കഴിഞ്ഞതിനാൽ അപകടം ഒഴിവായി. കുന്നംകുളം താവൂസ് ഇറക്കം ഇറങ്ങി വന്ന ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട് തെന്നി മാറുകയായിരുന്നു. ഇറക്കം ഇറങ്ങി വരുന്ന ബസ്സുകൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണെന്ന് പറയുന്നു. കുന്നംകുളം നഗരത്തിൽ മത്സ്യ മാർക്കറ്റിന് സമീപം ദിവസങ്ങൾക്ക് മുൻപ് അമിത വേഗതയിലെത്തിയ ബസ് നിയന്ത്രണം വിട്ട് റോഡ് സൈഡിലെ പാടത്തേക്ക് ചരിഞ്ഞിരുന്നു. 30-ലധികം പേർക്കാണ് അന്ന് അപകടത്തിൽ പരിക്കേറ്റത്. ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് വ്യാപാരികളും യാത്രക്കാരും ആവശ്യപ്പെട്ടു. 200ന്റെ തികവിൽ മരമുത്തശ്ശിക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ആദരവ്. എളവള്ളി പഞ്ചായത്തിൽ ചേലൂർ ഏറത്ത് കുമാരന്റെ കൃഷിയിടത്തിലെ പ്ലാവ് മുത്തശ്ശിക്കാണ് പഞ്ചായത്ത് പൊന്നാടയണിയിച്ച് ആദരവ് നൽകിയത്. പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ 100 വർഷം തികഞ്ഞ മരങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഈ സർവേയുടെ ഭാഗമായാണ് 200 വർഷമായ നിലവിലെ മരമുത്തശ്ശിയെ കണ്ടെത്തിയത്. പുതുതലമുറകൾക്ക് പ്ലാവിന്റെ പ്രത്യേകതകളും ഗുണങ്ങളും മനസ്സിലാക്കുന്നതിന് എളവള്ളിയെ പ്ലാവ് ഗ്രാമമാക്കുന്ന പ്രവർത്തനം നടന്നുവരികയാണ്. കഴിഞ്ഞ വർഷം 2000 പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തിരുന്നു. ഈ വർഷം 4000 തൈകളാണ് വിതരണത്തിനായി തയ്യാറാകുന്നത്. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് മരമുത്തശ്ശിയെ പൊന്നാടയണിയിച്ച് ആദരം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ TC മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജൈവ വൈവിധ്യ പരിപാലന കമ്മിറ്റി കൺവീനർ CT ജാൻസി, കമ്മിറ്റി അംഗങ്ങളായ ആഷിഖ് വലിയകത്ത്, KA പ്രേമൻ, KP രാജു, സരസ്വതി അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ 9ാം വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി BJP പുന്നൂർകുളം ഈസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന സമ്പർക്കം നടത്തി. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത ഉദ്ഘാടനം ചെയ്തു. BJP പുന്നൂർകുളം ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് TK ലക്ഷ്മണൻ, BJP പുന്നൂർകുളം ഈസ്റ്റ് ഏരിയ വൈസ് പ്രസിഡന്റ് MG സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും ടാക്സി സ്റ്റാൻഡുകളിലും നോട്ടീസുകൾ വിതരണം ചെയ്തു. ചേലക്കര പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഡ്രോൺ പരിശോധന നടത്തി. ചേലക്കര ടൗൺ, ഭൂതങ്കോട്ടുകുളം, പുലാക്കോട്,
പരാക്കാട് എന്നീ കേന്ദ്രങ്ങളാണ് പരിശോധന നടത്തിയത്. ടൗണുകൾക്ക് പുറമെ കാടിനോട് ചേർന്ന ഉൾപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്നത് കണ്ടെത്താനാണ് പരിശോധന. പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത മയക്കുമരുന്ന് കേസുകളും റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളും വ്യക്തികളെയും കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണവും നടത്തിയിട്ടുണ്ട്. ചേലക്കര SI ഹരിദാസ്, ഗ്രേഡ് ASI ശിവകുമാർ, CPOമാരായ വിഷ്ണു, അഭിലാഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. അന്തരിച്ച ജനനായകൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വിട ചൊല്ലി ആയിരങ്ങൾ. ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം ബംഗളൂരുവിൽ നിന്ന് തലസ്ഥാനത്തെത്തിച്ചു. സംസ്കാരം വ്യാഴാഴ്ച പുതുപ്പള്ളിയിൽ. സംസ്ഥാനത്ത് 3 ദിവസം ദുഃഖാചരണം. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ അനുശോചിച്ച നേതാക്കൾ. കേരളം സൃഷ്ടിച്ച ഏറ്റവും മികച്ച പൊതുപ്രവർത്തകരിൽ ഒരാളായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ഗവർണർ. ജനജീവിതത്തിൽ ഇഴുകിച്ചേർന്ന വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന മുഖ്യമന്ത്രി. നരേന്ദ്രമോദി സർക്കാരിന്റെ 9ാം വാർഷികം. BJP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കമായി. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ രാത്രി സമയം ദീർഘദൂര ബസ്സുകൾ കയറാത്തതിൽ പ്രതിഷേധം. സ്റ്റാൻഡിന് മുന്നിലെ ഹൈമാസ് ലൈറ്റ് മാസങ്ങളായി കത്താതെ കിടക്കുന്നതും ദുരിതമാകുന്നു. തൃക്കൂർ ആലങ്ങാട് പ്രദേശത്ത് ലഹരി മാഫിയ സംഘങ്ങളുടെ അഴിഞ്ഞാട്ട്. പട്ടാപ്പകൽ വിദ്യാർത്ഥിനിയെ നടുറോഡിൽ വെച്ച് അധിക്ഷേപിച്ച 7 അംഗ സംഘം പോലീസ് നിരീക്ഷണം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.